നമ്മളൊക്കെ എല്ലാവരും കണക്കിലെടുത്ത് ഏറ്റെടുക്കേണ്ട ഒരു പുതിയ വിവരം സംഘടനാ നേതൃത്വം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ സമയമാണ്. ഈ സമയത്ത് എല്ലാവരും അതിൽ മെമ്പർഷിപ്പ് എടുക്കണം. അതിൽ വാർഷിക വരിസംഖ്യ ചേർക്കണം. അതെന്താണ്? നമ്മുടെ സിറാജ് ദിനപത്രം വായിക്കുക എന്നുള്ളതല്ല. ഇതിലൊക്കെ ഇപ്പൊ സുഫാ ദർസ് കുറെ ആലിമാവുക എന്നുള്ളതല്ല. മുത്തുനബിന്റെ ആ കൂട്ടത്തിൽ കണ്ണിയാകുകയാണ്. അതുപോലെ നാളെ മഹ്ശറിൽ വെച്ച് ഇനിയും ഞാൻ ആരെ പ്രിയം വെച്ച് അവരെ കൂടെ പൊയ്ക്കോ എന്ന് പറയുമ്പോ ഈ മഹത്തുക്കളായ നേതൃത്വം ഞങ്ങളെ പ്രിയം വെച്ചവരിങ്ങോട്ട് പോരി എന്ന് പറയുമ്പോ അവര് നമ്മളെ കൽപ്പിച്ച ഒരു കൽപ്പന ഏറ്റെടുത്ത് അതിന്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അതിന്റെ ഒരു മഹത്തായ സുവർണാവസരമാണ് ഇപ്പൊ വന്ന ഈ മഹത്തായ നിർദ്ദേശം. സിറാജ് പത്രം വിജയിപ്പിക്കുക. ശൈഖുന കുണ്ടൂർ ഉസ്താദ് അത് തുടക്കം കുറിച്ച കാലത്ത് ബെന്യൂ പറമ്പിൽ ബസ് വരുന്നതിന്റെ മുമ്പ് ബസ്സിലാണ് വരിക. കാടാമ്പുഴയ്ക്ക് പോകുന്ന പീപ്പിൾസ് ബസ്, വയസ്സുള്ളവർക്കൊക്കെ പരിചയമുള്ള ഒരു ബസ്സാണ് പീപ്പിൾസ് ബസ്. കാരണം അന്ന് ആകെ 3-4 ബസ്സായതുകൊണ്ട് അതിന്റെ പേരെല്ലാവർക്കും കാണാതെ അറിയും. MM ബസ്, CC, ഇങ്ങനത്തെ കുറച്ച് ബസ്സുണ്ട്. ആ പീപ്പിൾസ് ബസ്സിൽ വെന്നൂപ്പറമ്പിൽ വരുമ്പോ ക്ലീനർ അത് പുറത്തേക്ക് എടുത്തിടും. അപ്പൊ ഉസ്താദ് അവിടെ അങ്ങനെ വന്ന് കാത്തു നിൽക്കണം. ഉസ്താദ് പേപ്പർ വായിക്കുന്ന ആളൊന്നുമല്ല. എന്നിട്ട് അത് ഉസ്താദ് തലയിൽ വെച്ചിട്ട് വീടാന്തരം കൊണ്ടേ കൊടുത്ത് ഓരോ ദിവസവും തന്റെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തന്റെ ആദ്യത്തെ സേവനം സിറാജ് പത്രമായിരുന്നു. ആ മാതൃക ഉൾക്കൊണ്ട് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. നേതൃത്വം ഒരു സംഗതി പറഞ്ഞാൽ അവരെ കൂടെ പോയിക്കൊണ്ട് സിറാത്ത് പാലാട് പറന്ന് കടന്നാളെന്ന് പറയുമ്പോ പാവപ്പെട്ട സാധുക്കളായ വിവരമില്ലാത്ത നമുക്കത് പറക്കാൻ കഴിയണം. അതുകൊണ്ട് എല്ലാവരും സിറാജ് പത്രത്തിന്റെ ഈ വാർഷിക ക്യാമ്പയിന് നടക്കുമ്പോൾ അതിൽ ഓരോ വർഷത്തെ വരിക്കാരായി ചേരണം. ഞാനും വാങ്ങലുണ്ട്. എനിക്ക് പേപ്പർ വായിച്ചാൽ ഇവിടുന്ന് വായിച്ചാൽ മതി. ഇപ്പൊ മൊബൈൽ നോക്കിയാൽ തന്നെ പത്രവാർത്ത ഒക്കെ ഉണ്ടാവും. അർഹമുർറഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംഘാടകർക്ക് അതിനാവശ്യമായ ഇടപെടൽ നടത്തി നിർദ്ദേശങ്ങൾ തരാനും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ ₹1 നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹ് പൊരുത്തപ്പെട്ട ദാനധർമ്മങ്ങളായി അല്ലാഹു ആക്കുമാറാകട്ടെ.